മേഴ്സി ടീച്ചറെ നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഈ ക്യാപ്പൊക്കെ വെച്ച്. സൈക്കിൾ സവാരി കഴിഞ്ഞിപ്പോൾ എത്തിയുള്ളൂ? തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ ഹാപ്പി വില്ലേജിലേക്ക് സൈക്കിൾ ചവിട്ടിയിട്ടാണ് വരുന്നത്. ഓഹോ, എത്ര വർഷമായി ഈ സവാരി തുടങ്ങിയിട്ട്? ഈ സവാരി ഇപ്പോൾ 2-3 മാസമാണ്. സൈക്കിൾ ആദ്യമായിട്ടാണ് ഞാൻ ചവിട്ടിയത്. ഞാൻ ചെറുപ്പത്തിൽ സൈക്കിൾ ചവിട്ടിയിട്ടില്ല. ഞാൻ സൈക്കിൾ ചവിട്ടുന്നത് 58 വയസ്സിന് ശേഷമാണ്. ആഹാ, അപ്പോൾ എത്ര സ്പീഡിൽ പോവും? സ്പീഡ് വളരെ കമ്മി. അതായത് ഒരു ബസ് വരുമ്പോൾ ഞാൻ എൻ്റെ സൈക്കിള് ഒരു സൈഡാക്കും. അപ്പോൾ എനിക്കങ്ങനെ റോഡിൽ കൂടെ അങ്ങനെ ഫ്രീ ആയിട്ട് പാഞ്ഞു പോകാനായിട്ടുള്ള ഒരു ധൈര്യമില്ല. പക്ഷേ ഈ ജോബി സാർ ഉണ്ടല്ലോ, ജോബി സാറാണ് സൈക്കിളിലെ എൻ്റെ ഇപ്പോഴത്തെ മോട്ടിവേഷൻ. ചെറുപ്പത്തിൽ എൻ്റെ അപ്പച്ചനാണ് എൻ്റെ മോട്ടിവേഷൻ. സൈക്കിൾ ചവിട്ടി പോകുന്ന എൻ്റെ അപ്പച്ചനെയാണ് ഞാൻ സൈക്കിൾ ചവിട്ടുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് നമുക്ക് എന്തെങ്കിലും പ്രത്യേക വ്യായാമം? തീർച്ചയായിട്ടും നമ്മുടെ ലെഗ് എന്ന് പറയുന്നത് സെക്കൻഡ് ഹാർട്ടാണല്ലോ. അപ്പോൾ ഈ കാല് എനിക്ക് ചെറുതായിട്ട് പ്രീ ഡയബറ്റിക്സ് തുടങ്ങിയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ 2 മരണങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ മരണങ്ങളിൽ നിന്ന് ഞാൻ പഠിക്കുന്ന പാഠം എല്ലാവർക്കും ഫുഡ് കഴിക്കുന്നതിലൂടെയും വ്യായാമം ഇല്ലാത്തതിലൂടെയാണ് അസുഖങ്ങൾ ബാധിക്കുന്നതെന്നാണ്. അല്ലാതെ നമ്മൾ സിഗരറ്റ് വലിക്കുകയോ കള്ളു കുടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മേഴ്സി ടീച്ചറെ, എന്നെങ്കിലും മേഴ്സി ടീച്ചറിൻ്റെ പ്രിയതമൻ ആ സൈക്കിളിൻ്റെ പുറകിൽ ഇരുന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? താങ്കൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഞാൻ പ്രിയതമനെ കുറിച്ച് ഓർക്കാനായിട്ട് തൽക്കാലം ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളത് നെഗറ്റീവായിട്ട് ചിന്തിച്ചോട്ടെ. കാരണം ദുഃഖകരമായ കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുകയാണെങ്കിൽ നമ്മളൊരു വീടിൻ്റെ ഉള്ളിൽ ഒരു മുറിയുടെ ഉള്ളിൽ അടച്ചിട്ട് അതിൻ്റെ ഉള്ളിലിരുന്ന് കരയാൻ മാത്രമേ സാധിക്കുള്ളൂ. ഒരിക്കലും ഒരു മനുഷ്യനെ ദുഃഖിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അതിരാവിലെയാണ് ഈ സമയം അല്ലേ സൈക്കിൾ ചവിട്ടുന്നത്? സൈക്കിൾ ചവിട്ടുന്നത് ഞാൻ അതിരാവിലെയാണ് സൈക്കിൾ ചവിട്ടാറ്. കാരണം ഈ ബസ്സുകളൊക്കെ വരുന്നതിന് മുൻപ് കുറച്ചൊക്കെ ഒന്ന് സൈക്കിൾ ചവിട്ടി പഠിച്ചു. ഇപ്പോൾ പക്ഷേ ഇപ്പോൾ ഹാപ്പി വില്ലേജ് നമ്മളുണ്ടല്ലോ, ഈ ഹാപ്പി വില്ലേജ് MGU3 ഹാപ്പി വില്ലേജ്, ആ ഹാപ്പി വില്ലേജിലേക്ക് ആയിട്ടുള്ള ഇതിലേക്ക് വരുമ്പോൾ ഞാൻ സൈക്കിൾ ചവിട്ടിയിട്ട് വരാനായിട്ടുള്ള കോൺഫിഡൻസ്. സാർ, ഇത്രയും പ്രായമുള്ളവരൊക്കെ ഈ സൈക്ലിംഗ് നടത്തുന്നതിനെ കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താ? ഞാൻ റിട്ടയർ ചെയ്തിട്ടാണ് ഞാൻ തുടങ്ങിയത്. നമുക്ക് ശരിക്കും സൈക്കിൾ ചവിട്ടുന്നത് നമ്മുടെ ഒരു മനസ്സിൻ്റെ ശക്തി മതി. ഫിസിക്കലായിട്ടുള്ള ശക്തി നമുക്ക് അതിന് വലിയ ആവശ്യമില്ല എന്നുള്ളതല്ല. എന്നാലും മനസ്സ് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ബാലൻസ് ചെയ്ത് പോകും. എന്തായാലും ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു ടീച്ചറിനെ.